കോതമംഗലത്ത് ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ദിനാചരണത്തോടൊപ്പം പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിജി കെ രാമകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റഡി സെന്റർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കോതമംഗലം മെന്റർ അക്കാദമി ഹാളിൽ ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു. ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിച്ചു. സ്റ്റുഡന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിജി കെ രാമകൃഷ്ണൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം ഒരു ദിവസത്തിന്റെ പ്രാധാന്യമായി മാറി പോകാതെ നമ്മുടെ ഒരു ഹാബിറ്റായി അല്ലെങ്കിൽ നമ്മൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇത് ഒരു ദിവസം നമ്മൾ ആ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ മാത്രം മുന്നിൽ പോകാതെ ഒരു ജീവിതചര്യയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നമുക്ക് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു മോട്ടർ വെച്ചിട്ടുള്ളൊരു 2 സെക്കൻഡ് മതി ഒരു വൃക്ഷം നമുക്ക് നശിപ്പിച്ച് കളയാൻ. പക്ഷെ അതുപോലെ തന്നെ വളർത്തിയെടുത്ത് കൊണ്ടുവരാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിരിക്കും കാത്തിരിക്കും. ലൈബ്രറി പ്രസിഡന്റ് കെ.എ. യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിൽഷാദ് എം, ടൂറിസം മേഖലയിൽ മികച്ച സംഭാവന നൽകിയ വി.കെ. ജനാർദ്ദനൻ നായർ, കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന ചെമ്പിയാൻ എ, പല്ലാരിമംഗലം കൃഷി ഓഫീസർ ടി.എം. ആരിഫ, ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസർ ടി.കെ. നിസാർ, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബു കൊട്ടാരം, കരാട്ടെ പരിശീലകൻ ഷിഹാൻ അന്ത്രു സിഇ, വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ കെ.എ. അഷ്റഫ്, വാരപ്പെട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി.കെ. അലിക്കുഞ്ഞ്, കോതമംഗലം മദീന ഹോട്ടൽ ഉടമ പി.പി. യൂസഫ്, കുടമുണ്ട SSMLP സ്കൂൾ ഹെഡ്മാസ്റ്റർ C.M. ഇർഷാദ്, മെന്റർ അക്കാദമി ഡയറക്ടർ ആബിദ ഹല്ലാജ്, ബൈജു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കോതമംഗലം സെന്റ് അഗസ്റ്റ്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗൈഡ്സ് യൂണിറ്റ്, വാരപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDS, കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.